മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ചരിത്രങ്ങളിലൂടെ. ക്ഷേത്ര ഉൽപ്പത്തിക്ക് ഏകദേശം 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നും ബ്രഹ്മജ്ഞനായ ഒരു സ്വാമിജിയുടെ സമാധി ഈ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും വർഷങ്ങൾക്കുശേഷം ബ്രാഹ്മണാചാര്യന്മാർ സമാധി സ്ഥലത്ത് ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ എന്നീ ദേവതകളെ ആചാരവിധിപ്രകാരം പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നുവെന്നും പരവൂർ ശ്രീധരൻ തന്ത്രികളുടെ പ്രശ്നവിധിയിൽ തെളിഞ്ഞു. കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം മൂലം ക്ഷേത്ര സമുച്ചയം മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചതായും തെളിയുന്നു. സമാധിസ്ഥനായ സ്വാമിജിയുടെ പുനർജന്മമാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ ജനനമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. ജന്മനാനന്തരം സ്വാമിജിയുടെ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു. പിൽക്കാലത്ത് 2014 നവംബർ 6 1190 തുലാം 20 കാഞ്ചി കാമകോടി പീഠം മഠാധിപതി ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ ദീക്ഷ നൽകി അനുഗ്രഹിക്കുകയും സ്വാമിജിയുടെ പേര് മഹേശ്വരാനന്ദ സരസ്വതികൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സ്വാമിജിയുടെ 3-ാം വയസ്സ് മുതൽ പൂജാതി കർമ്മങ്ങളിൽ താൽപര്യം കാണിക്കുകയും വീടിന്റെ കന്നിമുറിയിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്നത് പതിവായി. ഇങ്ങനെ പതിവായിരുന്ന സ്ഥലത്ത് പുറ്റു വളരുവാൻ തുടങ്ങി. വീട്ടുകാർ അതിനെ നശിപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസം മുതൽ പുറ്റ് കൂടുതൽ വളരുകയും കുട്ടി അതിനു മുന്നിൽ ഇരിക്കുന്നതും പതിവായി. പുറ്റ് നശിപ്പിക്കുന്തോറും കൂടുതൽ കൂടുതൽ വലുതായി വളരുകയാണ് ചെയ്തത്. ക്രമേണ ശിവശക്തി രൂപത്തിൽ വളരുവാൻ തുടങ്ങി. പുറത്തുനിന്നും വീട്ടിലെത്തിയ ഒരു പുരോഹിതൻ പുറ്റിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ പുറ്റിൽ നിന്നും ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ പുറ്റിനെ നശിപ്പിക്കാതെ കുട്ടി പറയുന്ന പ്രകാരം പൂജാസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ വീട്ടുകാർ തയ്യാറായി. പുറ്റിരുന്ന സ്ഥലത്ത് കുട്ടി പൂജാതി കർമ്മങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഇതറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും രോഗദുരിതബാധിതർ വരികയും അവർക്കെല്ലാം ശാന്തി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പുറ്റു വളർന്ന സ്ഥലത്ത് ഒരു തെക്കത് നിർമ്മിച്ചു. നാനാമതവിശ്വാസികൾ ആരാധനയിൽ പങ്കെടുക്കുകയും പൊങ്കാലയിടുകയും പതിവായി. ഇങ്ങനെ പടിപടിയായി വളർച്ച കൈവരിക്കുകയും ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ 1161 മിഥുനം 30 തെക്കതിരുന്ന സ്ഥലത്ത് ശിവശക്തി ക്ഷേത്ര സമുച്ചയം പണിത് പ്രതിഷ്ഠ നടത്തി ക്രമമായ പൂജാതി കർമ്മങ്ങൾ നടത്തിവരികയും ചെയ്തു. 25 വർഷങ്ങൾക്കു ശേഷം 1186 കുംഭം 9-ാം തീയതി സ്വാമിജിക്ക് ഭഗവാന്റെ ദിവ്യദർശനമുണ്ടാവുകയും ക്ഷേത്ര സമുച്ചയത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അതിൻ പ്രകാരം ഋഷീശ്വരന്മാർ രൂപകൽപ്പന ചെയ്ത വാസ്തുശാസ്ത്ര വിധിപ്രകാരം പുനർനിർമ്മാണത്തിനുള്ള പണികൾ ആരംഭിച്ചു. 1187 കുംഭം 21 ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും 1187 മീനം 10 ശിലാന്യാസം നടത്തുകയും ചെയ്തു. തുടർന്ന് 1187 മേടം 20 ഷഡാധാര പ്രതിഷ്ഠയും 1187 മിഥുനം 7 ഗർഭന്യാസം നടത്തുകയും ചെയ്തു. 1187 മിഥുനം 17 കട്ടളവയ്പും 1188 വൃശ്ചികം 29 ഉത്തരം വയ്പും 1189 ധനു 19 ചെമ്പോല സമർപ്പണവും നടത്തുകയുണ്ടായി. അതോടൊപ്പം കൊടിമര നിർമ്മാണത്തിനുള്ള പണികളും ആരംഭിച്ചു. 1189 മകരം 26 രാവിലെ 8 മണിക്ക് ധ്വജവൃക്ഷ പരിഗ്രഹണത്തിനുള്ള തേക്ക് മരം അച്ഛൻ കോവിലിൽ നിന്നും നിലം തൊടാതെ മുറിച്ചിറക്കി പണികൾ ആരംഭിച്ചു. 1189 മിഥുനം 30 ചുറ്റമ്പലത്തിന്റെ ഉത്തരം വയ്പ് നടത്തി. 1190 തുലാം 27 വിധിപ്രകാരം പണിത തേക്ക് മരം മരുന്നുകൂട്ടുകളാൽ തയ്യാറാക്കിയ തൈലത്തോണിയിൽ തൈലാധിവാസം ചെയ്യുകയും ചെയ്തു. 1190 മേടം 9 തിരുവാതിര നക്ഷത്രത്തിൽ വിധിപ്രകാരം ഉമാമഹേശ്വരന്റെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചു. 1191 മകരം 7 കൊടിമരം യഥാസ്ഥാനത്ത് നാട്ടുകയും ചെയ്തു. 1192 മിഥുനം 2 താഴികക്കുടം സമർപ്പണം ചെയ്തു. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന്റെ പണി പൂർത്തിയായി. രാജഗോപുരത്തിന്റെ പണിത്തരങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിന്റെ വായു കോണിൽ 64 അടി ഉയരമുള്ള ഒരു മഹാലിംഗ നിർമ്മാണവും പുരോഗമിച്ചു വരുന്നു. ഭക്തജനങ്ങൾക്ക് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന
ഈ മഹാക്ഷേത്ര സമുച്ചയത്തിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരെയും ഭക്തി ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാശംസകളോടെ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര ഭക്തജനങ്ങൾ. ഓം